അസ്സലാമലൈക്കും. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ച് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഞാനിന്നിവിടെ ബിസ്മിയെ കുറിച്ചാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതായത് കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. ഈ ഒരു വാക്യം ഇസ്ലാമിൽ വളരെയധികം പ്രധാനമുള്ള ഒന്നല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബിസ്മി ഒന്ന് ചൊല്ലി തുടങ്ങി നോക്കൂ. അപ്പോൾ അള്ളാഹുവിൻ്റെ സഹായവും അനുഗ്രഹവും ആ ഒരു വർക്കിൽ നമുക്ക് ഉണ്ടാവും. എല്ലാ പ്രവൃത്തികൾ ആരംഭിക്കുന്നതും അള്ളാഹുവിൻ്റെ ഈ ഒരു നാമത്തിൽ ആയതുകൊണ്ട് അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നു. നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപും ബിസ്മി ചൊല്ലിയാൽ ആ ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നന്മയും ബർക്കത്തും നമുക്ക് ഉണ്ടാവുന്നതാണ്. അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നത് വഴി എല്ലാ തിന്മകളിൽ നിന്നും, പ്രത്യേകിച്ച് പിശാചിൻ്റെ ഇടപെടലുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നു. നമ്മൾ ചെയ്യുന്ന എന്തൊരു കാര്യവും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണെന്നൊരു ലക്ഷ്യബോധം കൂടെ ബിസ്മി ചൊല്ലി തുടങ്ങുമ്പോൾ നമുക്കുണ്ടാകുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ തൗബ വെച്ച് ബാക്കി എല്ലാ സൂറത്തും ആരംഭിക്കുന്നത് ബിസ്മിയോട് കൂടിയല്ലേ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ബിസ്മി ചൊല്ലി ഒന്ന് തുടങ്ങി നോക്കൂ. അതിൽ കിട്ടുന്ന ഉന്മേഷവും ഉത്സാഹവും അത് വേറെ തന്നെ. അപ്പോൾ ഇനി മുതൽ ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും, യാത്ര പുറപ്പെടുന്നതിന് മുൻപും, പഠനം ആരംഭിക്കുമ്പോഴും, വീട്ടിൽ പ്രവേശിക്കുമ്പോഴും തുടങ്ങിയ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബിസ്മി ചൊല്ലി തുടങ്ങി നോക്കുക.